താനൊന്നും പറയണ്ട. ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയുന്നത് കേട്ടിട്ട് ചാടിക്കയറി നടപടിയെടുക്കുകയാണോ വേണ്ടത്? എടോ, താൻ അറസ്റ്റ് ചെയ്യിച്ചത് മിനിസ്റ്റർ നടരാജന്റെ അനുജനെ മാത്രമല്ല, അയാൾ നടരാജന്റെ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി കൂടെയാ. ഈ പറഞ്ഞ സെക്രട്ടറിയും കൂട്ടരും അവിടുത്തെ പട്ടിണി പാവങ്ങൾക്ക് പാലും കഞ്ഞും വിളമ്പായിരുന്നില്ല. വ്യാജ നോട്ടും വ്യാജ മുദ്രാപത്രങ്ങളും ബോംബുകളും നിർമ്മിച്ച് അതെങ്ങനെ പ്രയോഗിക്കണം എന്നുള്ള സ്റ്റഡി ക്ലാസ് നടത്തുകയായിരുന്നു. പക്ഷേ രാഷ്ട്രീയമാകുമ്പോ പലതും കണ്ടില്ലെന്നടിക്കണം അല്ലേ? അങ്ങനെ കണ്ണടച്ചന്റെ ഫലമാ വാഗമണിൽ കണ്ടതും കാശ്മീരിൽ പട്ടാളക്കാരുടെ വെടിയേറ്റ് കുറെ മലയാളികളുടെ തല തെറിച്ചതും നമ്മുടെ ഈ കൊച്ചു കേരളം തീവ്രവാദികൾക്ക് വളരാനുള്ള വളക്കുറുള്ള മണ്ണെന്ന് പഴി കേൾക്കേണ്ടി വന്നതും. താൻ എന്തൊക്കെ പറഞ്ഞാലും പ്രതിപക്ഷത്തിനും മറ്റും അടിക്കാനുള്ള വടി കൊടുക്കുന്ന ഒരു കളിയിലേക്കും പെട്ടെന്നൊരെടുത്തിയാട്ടം വേണ്ട സാർ. സാർ അതിന്റെ മുഖത്തേക്ക് പറയരുത്. ഞാൻ മത്സരിച്ചതും ജയിച്ചതും മിനിസ്റ്റർ ആയതും രാഷ്ട്രീയം കളിക്കാനല്ല, രാഷ്ട്രീയം കളിയാക്കിയവരൊരു കളി പഠിപ്പിക്കാനാ. സാറിന് അതിൽ എന്തെങ്കിലും സംശയമുണ്ടോ? വിശ്വനാഥ, ആ നടരാജൻ ആകെ ചൂടില്ല. എന്തു പറഞ്ഞാ ഞാൻ അയാളെ ഒന്ന് സമാധാനിപ്പിക്കുക? വേണ്ട CM, മറുപടി പറയിച്ച അയാളെ ബുദ്ധിമുട്ടിക്കണ്ട. നാവിൽ ഭരണത്തിന്റെ അരിശ്വരി കുറിച്ച് തുടങ്ങിയതല്ലേ ഉള്ളൂ. ചിലപ്പോൾ ഇത്തിരി ചോരപ്പൊടിയും നമുക്കതങ്ങ് തുറച്ചു കൊടുക്കാം. വെൽ ഡൺ മിനിസ്റ്റർ വിശ്വനാഥൻ. പക്ഷേ ചെറ്റത്തരവാ കാണിച്ചത്. വിളിച്ച് പറയടോ ഞങ്ങളുടെ പിള്ളേരെ ഇറക്കിവിടാൻ. അയ്യോ, നമ്മൾ വെറും പാവം പോലീസ് മന്ത്രിയാണേ. പിന്നെ ഏതെങ്കിലും ചെറ്റകൾ ഏതെങ്കിലും പോലീസ് പിടിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കുന്ന പോലീസുകാരും കോടതിയാ. ഇനി CMന് സംശയമൊന്നുമില്ലല്ലോ? ഒന്ന് നിന്നേ. തന്നെ പോലെ ഒരു സുപ്രഭാതത്തിൽ മരിച്ചുപോയ അച്ഛൻ്റെ സഹതാപ തരംഗത്തിൽ നിന്ന് കിട്ടിയതൊന്നും അല്ല ഞങ്ങൾക്ക് ഈ സ്ഥാനങ്ങളും അധികാരങ്ങളും. അവിടെ കയറി ആദർശം കളിച്ച അതിൻ്റെ ആഘോഷം അധികം നാൾ നിലനിൽക്കില്ല. സ്വന്തം കെട്ടിയോളുടെയും മക്കളുടെയും വോട്ട് മാത്രം പോരാ ഒരാൾ ജയിക്കാനും മന്ത്രിയാകാനും മന്ത്രിസഭ ഉണ്ടാക്കാനും. അതിന് വോട്ട് ചെയ്യാൻ മാത്രം ആളുണ്ടായാൽ പോരാ, വിചാരിച്ച പെട്ടിയിൽ വീഴ്ത്താനും ആളുണ്ടാവണം. മനസ്സിലായി? ഗുണ്ടകൾ, അതാണ് അതിന്റെ മനസ്സിലാകുന്ന ഭാഷ. എന്നാ കേട്ടോ, എന്റെ പെട്ടിയിൽ വീണ വോട്ടേ ഇവിടുത്തെ സാധാരണക്കാരന്റെ വോട്ടാ. ആ വോട്ടർമാരെ വേട്ടയാടുന്ന ഒരു തലകൾ ഈ നാട്ടിൽ വാഴില്ല. ഇവരുടെ അനുജന്മാരെ അക്രമമുണ്ടാക്കി മാളികയിലോ മാളത്തിലോ ഒളിക്കും. പിന്നെ അവരൊക്കെ തിരക്കിറങ്ങുന്ന പോലീസിന്റെ 144 ലാത്തിയേടും തന്തയ്ക്ക് വിളിയും ഇവിടുത്തെ സാധാരണക്കാരന്റെ നെഞ്ചത്താ. ഇത് എത്ര നാൾ സഹിക്കണം സാർ? പറ, ഇവിടുത്തെ ജനങ്ങൾ ഇത് എത്ര നാൾ സഹിക്കണം? അതിന്റെ പിന്നിൽ ഏത് മന്ത്രി ആയാലും മന്ത്രി പുത്രനായാലും മന്ത്രി സഹോദരനായാലും അവനൊക്കെ ഞാൻ ജയിലിന്റെ സുഖം അറിയിച്ചിരിക്കും. നമ്മളങ്ങ് തീരുമാനിക്കാം CM, ഒരു പാർട്ടിയുടെ കൊടി ആയുധമാക്കുന്ന ഒരു ഗുണ്ടയും വേണ്ടെന്നും ഏതെല്ലാം ഗുണ്ടകൾക്ക് ഏതെല്ലാം കവാടങ്ങൾ തുറന്നു കൊടുക്കുന്നുണ്ടെന്നും അവരുടെ കയ്യിൽ ആയുധം കൊണ്ടു കൊടുക്കുന്നവരെ കണ്ടുപിടിക്കാനും അവരൊക്കെ പൂട്ടാൻ തന്നെ തീരുമാനം. ആ തീരുമാനത്തിന്റെ ആഘോഷം ഏതറ്റം വരെ പോകുന്ന നമുക്ക് കണ്ടറിയാം. എല്ലാം കേട്ടിരുന്നു അല്ലേ? ഗുഡ്. CMന് അറിയോന്നറിയില്ല, വൈകുന്നേരം ഭാര്യയെ പിണയ്ക്കുക തനിച്ച് കിടക്കേണ്ടി വരുമെന്നൊരു ചൊല്ലുണ്ട്. ഉറങ്ങിക്കിടക്കുന്ന പുലിയെ ഉണർത്താൻ ശ്രമിക്കരുത് എന്നും ഒരു ചൊല്ലുണ്ട്. കറക്റ്റ്, അങ്ങനെയും ഒരു ചൊല്ലുണ്ട്. ഇങ്ങോട്ട് ഇറങ്ങണം. എനിക്ക് വണ്ടി ഒന്ന് സെർച്ച് ചെയ്യണം. എന്തിനാ സാർ? എന്തിനാണെന്ന് പറഞ്ഞാലേ നീ ഇറങ്ങൂ. ബാപ്പയ്ക്ക് സുഖമില്ലാതെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുക. ആണോ? ഏത് ഹോസ്പിറ്റലിലേക്കാണാവോ കൊണ്ടുപോകുന്നത്? സാർ, അത് സിറ്റി ഹോസ്പിറ്റലിലേക്കാ. ഈ കൊടുങ്കാട്ടിക്കൂടാണോടാ സിറ്റി ഹോസ്പിറ്റലിൽ പോകുന്നത്?
വാ ഇരിക്കെ. ഇപ്പം എങ്ങനെയുണ്ട് സാർ? നല്ല വേദനയുണ്ട് രാജീവ്. ചായ എടുക്കട്ടെ? വേണ്ട സാർ, ഞാൻ ഇപ്പോൾ കുടിച്ചോളൂ. എന്തായി നമ്മുടെ ഫർദർ മൂവ്മെന്റ്സ്? സാർ, വിജയ് മേനോന് ജയിലിൽ നിന്ന് കസ്റ്റഡിയിൽ വാങ്ങാനുള്ള കോർട്ട് ഓർഡർ കിട്ടിയിട്ടുണ്ട്. ഗുഡ്. അല്ല, രാജീവ് എങ്ങനെ ഇയാളുമായിട്ട് മുട്ടി? അത് പറയണമെങ്കിൽ ഇവൻ്റെ ഒരു ബ്രീഫ് ഹിസ്റ്ററി തന്നെ പറയേണ്ടി വരും സാർ. പത്താം തരം മുതൽ PG വരെ സ്റ്റേറ്റ് ലെവൽ റാങ്ക് ഹോൾഡർ, അതിനുശേഷം ജേർണലിസം, ഇടയ്ക്ക് കുറച്ചാൾ ഇവിടെ കെൽട്രോണിൽ, 9 മാസത്തിന് ശേഷം അവിടവും വിട്ടു. പിന്നീട് മദ്രാസ് ക്രിസ്ത്യൻ കോളേജിൽ പാർട്ട് ടൈം ലെക്ചർ 1.5 വർഷം. പിന്നീട് ബോംബെയിൽ നിന്നും പബ്ലിഷ് ചെയ്യുന്ന മൈൻ മിററിൽ 2 വർഷം തികച്ചില്ല. ചീഫ് എഡിറ്റർക്കിട്ട് പിടച്ചു. പക്ഷേ അവർ കേസാക്കിയില്ല. ഒരു കണ്ടീഷൻ വെച്ചു, ബോംബെ വിട്ട് പോകണമെന്ന്. അവിടെ നിന്നും വലിയൊരു ശീലം കിട്ടി, ഡ്രഗ്സ്. 1 വർഷം മുമ്പ് ഞാൻ റൂറലിൽ ഇരിക്കുമ്പോഴാണ് എൻ്റെ കയ്യിൽ വന്ന് പെട്ടത്. ബാറിൽ വെച്ചൊരു അടിപിടി, കത്തി കുത്തല അവസാനിച്ചത്. പക്ഷേ മറ്റവൻ ചത്തില്ല. പിടിക്കപ്പെടുമ്പോൾ ഹാഷിഷ് കൈവശം ഉണ്ടായിരുന്നു. ജാമ്യം എടുക്കാൻ ആരും വരാത്തതുകൊണ്ട് അന്ന് മുതൽ ജയിലിലാണ്. രാജീവ്, ഫോണൊന്നും എടുക്ക. ഹലോ. കള്ള ബുദ്ധൂസേ, നീ ഇതെവിടെയാ? ഇന്നലെ രാത്രി നിന്നെ ഗുണ്ടകളിട്ട് പൊരിച്ചു എന്ന് ഞാൻ അറിഞ്ഞു. ഞാൻ സാറിന് കൊടുക്കാം സാർ. ഹലോ. ഹലോ, മൊബൈൽ ഫോണെങ്കിലും ഒന്ന് സ്വന്തമായിട്ട് എടുത്തൂടെ? അതിന് വേണോ ഒരു അസിസ്റ്റന്റ്? നീ ഇപ്പൊ എവിടെന്നാ? സ്വർഗത്തീന്ന്. അത്രയ്ക്ക് ദൂരമാണല്ലോ നമ്മൾ തമ്മിൽ ഇപ്പൊ. നീ കാര്യം പറയടി. എടാ ബുദ്ധൂസേ, ആ ക്രിമിനൽസിനെ ഫോളോ ചെയ്യുന്ന വിവരം ഒന്ന് വിളിച്ചു പറയാറുന്നില്ലേ നിനക്ക് എന്നോട്? നമുക്ക് ലൈവായിട്ട് നാട്ടുകാരെ കാണിക്കാറുന്നല്ലോ. എന്നാ നീ ഒരു കാര്യം ചെയ്യ്. ഏതോ VIP മരിക്കാൻ കിടക്കുന്നു കേട്ടു, പോയെടുക്ക്. മരണം ലൈവായിട്ട് കാണിക്കാമല്ലോ. അത് പോട്ടെ, നിനക്ക് പരിക്കെന്തെങ്കിലും പറ്റിയോ? പിന്നെ ഇടി, എന്റെ തല കളഞ്ഞു പോയി. ഞാനിപ്പോ അത് തപ്പിക്കൊണ്ടിരിക്കുക. തലയോ? അലീന, ഗെറ്റ് റെഡി. ആ ഇക്കു, നീ വേഗം TV ഓൺ ചെയ്തേ. പിന്നെ ഫോൺ കട്ട് ചെയ്യല്ലേ. നമസ്കാരം, ഞാൻ അലീന നെറ്റിക്കാടൻ. പ്രധാന വാർത്തകൾ. സിറ്റി പോലീസ് കമ്മീഷണർ ഇക്ബാൽ IPSന്റെ നേതൃത്വത്തിൽ നടത്തിയ റെയ്ഡിൽ 2 ക്രിമിനൽസുമായി ഏറ്റുമുട്ടൽ നടന്നതായി സിറ്റി ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നു. കൊലപാതകങ്ങൾ ഉൾപ്പെടെ നിരവധി കേസുകളിൽ പ്രതികളായ ഇവർ പോലീസിനെ വെട്ടിച്ച് കടന്നു കളഞ്ഞതായാണ് റിപ്പോർട്ട്. ഇതിനെക്കുറിച്ച് പ്രതികരിക്കാൻ കമ്മീഷണർ ഇപ്പോൾ ലൈനിലുണ്ട്. കമ്മീഷണർ പ്ലീസ്. കമ്മീഷണർ മിസ് റിക്കു, സോറി, ഇക്ബാൽ IPS. ഞാനിവിടെ പറഞ്ഞ കാര്യങ്ങൾ താങ്കൾ കേട്ടിരിക്കുമല്ലോ. ഇതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? പരിക്കെന്തെങ്കിലും പറ്റിയോ? സംസാരിക്കാൻ ബുദ്ധിമുട്ടുള്ള രീതിയിൽ പരിക്ക് പറ്റിയെന്നാണോ സാർ? ഞാൻ സോറി, പ്രേക്ഷകർ മനസ്സിലാക്കേണ്ടത്. നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടി ഈ വാർത്ത? മാധ്യമങ്ങളെ അറിയിക്കേണ്ടതായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന് ഡിപ്പാർട്ട്മെന്റിൽ ഒരു പ്രത്യേക സെല്ലുണ്ട്, അതുവഴി അറിയിക്കാം. ക്ഷമിക്കണം, അദ്ദേഹം ഫോൺ കട്ട് ചെയ്തതാണോ കട്ടായതാണോ എന്നറിയില്ല. എന്തായാലും അദ്ദേഹം ദേഷ്യത്തിലാണെന്ന് നമുക്ക് അനുമാനിക്കാം. മറ്റു വാർത്തകളിലേക്ക് കടക്കും മുമ്പ് ചെറിയൊരു ഇടവേള.